ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മുടെ വേറെ ആരുമല്ല, രേണുസുധിയുടെ ഒരു വീഡിയോ ആണ് ചെയ്തത്. അത് ഞാൻ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ഡ്രസ്സിങ് ആണ്. ഡ്രസ്സിങ് എന്ന് വെച്ചാൽ വിഷുവിനെടുത്തതൊന്നും അല്ല, ഫോട്ടോഷൂട്ടിൻ്റെ അല്ല, ഒന്നുമല്ല. അവരൊരു മീഡിയക്കാരോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവരെ മുടി കൊണ്ട് അവരെ മറയ്ക്കുന്നത് കാണാനിടയായി. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി, ഞാൻ ചെയ്തു. ഞാനതിൽ തെറ്റായിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് നല്ല നല്ല റോളുകൾ കിട്ടട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതവരെ പുച്ഛിച്ചോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ അവരോടുള്ള കുശുമ്പ് കൊണ്ടോ, അല്ലെങ്കിൽ അവരോട് എനിക്കെന്തിനാണ് കുശുമ്പ്, അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു. ഇത് കണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ട് മുടി വെച്ച് മറയ്ക്കുന്നത്? എങ്കിൽ പിന്നെ നല്ല കഴുത്തിറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടാൽ പോരെ. ഇത്രയും ഒരു വാക്കാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഇടാം. ചേച്ചി ഒന്നീ നല്ല ഡ്രസ്സ് ഇടുക, കഴുത്തിറക്കം ഇച്ചിരി കയറിയ ഡ്രസ്സ് ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത്. അപ്പം ഇതാണ് ആ വീഡിയോ. അപ്പം കുറച്ച് പേര് എനിക്ക് വന്നിട്ട് അതിനെതിരായിട്ട് കമൻ്റ് ഇട്ടു. പോട്ടെ, കുറച്ച് പേരൊക്കെ ഇട്ടത്, അതിൽ ഞാൻ അതിനത് റിയാക്ട് ചെയ്തു. അതിനും തക്കതായ മറുപടിയും കൊടുത്തു. അവർക്ക് വേണ്ട മറുപടി ഞാൻ കൊടുത്തു. അതൊന്നും തെറ്റല്ല. കാരണം നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടി കുറച്ച് പേര് ഐഡിയയും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അതിൽ ഒരു കമൻറ്റ്, സത്യത്തിൽ എനിക്ക് ആ കമൻറ്റ് കണ്ടിട്ട് ചിരിയാണ് വന്നത്. ചിരിയും അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാനാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാളെ ബ്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇട്ടു എന്നും പറഞ്ഞാണ് എല്ലാവരും എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടത്. അപ്പോൾ സിന്ധു വ്ലോഗ്, അതാണ് അവരുടെ യൂട്യൂബിലെ പേര്. അതിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ അവരിട്ടേക്കുന്നത്. ആ വ്യക്തി പറഞ്ഞേക്കുന്ന കമൻറ്റ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾ കൊള്ളാമല്ലോ, ഒരു വിധവയെ ജീവിക്കാൻ, മക്കളെ വളർത്താൻ അവർ പറ്റുന്ന ജോലി ചെയ്യുന്നു. അവരെ കുറ്റം പറയാൻ തിന്നു കൊഴുത്തു ശ്വാസം പോലും വിടാൻ പറ്റാതെ വീർപ്പ് മുട്ടി വന്നിരുന്നു കുറ്റം പറയുന്നു. നാണമില്ലേ സ്ത്രീയെ? ഓരോ സ്ത്രീയും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അവർ കക്കാനോ മയക്കുമരുന്ന് വിൽക്കാനോ നടക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, വെറുതെ ഇരുന്ന് ക്യാഷ് വാങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഇത്രയും അവർ പറഞ്ഞു. അപ്പം അവരെന്നെ ബോഡി ഷെയ്മിങ് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സിന്ധു ചേച്ചി ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചേച്ചിയും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ ചെയ്തു തന്നല്ലേ ചേച്ചി ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അവരോട് ചോദിച്ച്, നിങ്ങൾക്ക് ഒന്നീ കഴുത്തിറക്കം കൂടിയ മേളിലോട്ടുള്ള ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് മുടിയിട്ട് മറയ്ക്കുന്നേ? ഇത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പം നിങ്ങൾ എന്താണ് പറഞ്ഞത്? തടിച്ച് കൊഴുത്ത് ശ്വാസം പോലും വിടാതിരിക്കാൻ നിന്ന്. അതെന്താ ചേച്ചിയുടെ അച്ഛനാണോ എനിക്ക് ചെലവിന് തരുന്നത്? ആണോ? ഇത്തരത്തില് ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യാൻ? നിങ്ങൾ ആദ്യം നിങ്ങളെ ഫോട്ടോ ഇടും, ഞാൻ നോക്കട്ടെ. നിങ്ങൾ തിന്ന് തടിച്ച് കൊഴുത്താണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്, ഞാനൊന്ന് നോക്കട്ടെ. ഇതിൽ ഞാനും നിങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ വേറെ എനിക്ക് ഇതിൽ നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. അവര് ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ ഒരാളുടെ പോസ്റ്റ് എടുത്ത് ഇട്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളും ഒന്ന് നെഗറ്റീവ് കമന്റ് അല്ലേ ഇട്ടത്? അല്ലേ? എനിക്കെതിരായിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ടു. അപ്പൊ നിങ്ങൾ ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരാളുടെ വീഡിയോ ചെയ്തപ്പോഴത്തേന് നിങ്ങൾ നെഗറ്റീവ് പറയുന്നു. അപ്പം നിങ്ങളും ഞാനും ഒന്നും, എല്ലാരും മനുഷ്യരാണ്. ചിലത് കാണുമ്പം നമ്മൾ അതിന് മറുപടി പറയും. അത്രയേ ഞാനും ചെയ്തുള്ളൂ.
അപ്പം സിന്ധു ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചേച്ചിയുടെ തന്തയല്ല എനിക്ക് ചിലവിന് തരുന്നത്. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ.